എൻ്റെ പേര് ബാലു. ഞാനിവിടെ എഴുതുന്നത് ഫേസ്ബുക്കിൽ പരിചയപ്പെട്ട ഒരു ചേച്ചിയുടെ കഥയാണ്. ചേച്ചിയുടെ പേര് മഞ്ജു. യഥാർത്ഥ പേരല്ല കേട്ടോ. തിരുവനന്തപുരം ആണ് സ്ഥലം. എന്നോടുള്ള ഫ്രീഡം കൊണ്ട് ചേച്ചി എന്നോട് പറഞ്ഞ ചേച്ചിയുടെ ലൈഫിലുണ്ടായ ഒരു കഥയാണ്. പഠിക്കുന്ന കാലം മുതലേ ചേച്ചിക്ക് കളികളോട് വലിയ താല്പര്യമുള്ള കൂട്ടത്തിലാണ്. അന്നുണ്ടായിരുന്ന ലവ്വർ ചേച്ചിയുടെ വികാരങ്ങളൊക്കെ തൊട്ടും തലോടിയും ചാറ്റിങ്ങിലൂടെ ഉണർത്തിയെടുത്തു എന്ന് തന്നെ പറയാം. ലവ് വീട്ടിൽ അങ്ങോട്ട് പിടിച്ചപ്പോൾ വീട്ടുകാരൊക്കെ കൂടി ബ്രെയിൻ വാഷ് ചെയ്തു മറ്റൊരു കല്യാണത്തിന് ചേച്ചിയെ നിർബന്ധിക്കുകയാണ് ചെയ്തത്. തന്നേക്കാൾ 10 വയസ്സ് കൂടുതലുള്ള ഭർത്താവ് സജീവനുമായി ഒരുമിച്ച് ജീവിക്കുന്ന സജീവനോട് കളികളോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല എന്നത് തന്നെ ചേച്ചിക്ക് ഫസ്റ്റിൽ തന്നെ മനസ്സിലായി. എങ്കിലും ആർക്കോ വേണ്ടി ഓക്കാനിക്കുന്ന പോലെ ഭർത്താവ് എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് കിടന്നുറങ്ങുമായിരുന്നു. പഴയ കാമുകനെ മനസ്സിൽ ധനിച്ച് ചേച്ചി സ്വന്തമായി സുഖം കണ്ടെത്തി. ബന്ധുക്കളുടെ ശരിക്കുള്ള ചോദ്യത്തിനും കളിയാക്കലും സഹിക്കാതെ ചേച്ചി മുൻകൈ എടുത്തത് 2 വർഷത്തെ പരിശ്രമത്തിൽ ഒരു കുഞ്ഞുണ്ടായി. അതോടെ ചേച്ചിക്ക് കുഞ്ഞിനോടുള്ള ശ്രദ്ധയും സ്നേഹം പരിചരണം പിന്നെ ഭർത്താവിൻ കളികളോടുള്ള താല്പര്യവും കുറവും മൂലവും എല്ലാം കൂടി ചേച്ചിക്ക് മടുത്തു എന്ന് തന്നെ പറയാം. എങ്കിലും പലപ്പോഴും ആലോചിക്കുമായിരുന്നു പണ്ട് നടന്ന ബസ്സിൽ വെച്ച സംഭവങ്ങളും ട്രെയിനിൽ പരിചയപ്പെട്ട മാമന്റെ എല്ലാ പഴയകാല കഥകളൊക്കെ ചേച്ചി അയവിറക്കുമായിരുന്നു. ചേച്ചിയുടെ വീട്ടിൽ ചേച്ചിയും ഹസ്ബൻഡും കുഞ്ഞും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഭർത്താവിന്റെ അച്ഛൻ നേരത്തെ മരിച്ചിരുന്നു. പിന്നെ അമ്മയാണ് ഉള്ളത്. അവർ ഇളയ മകളുടെ കൂടെയാണ് താമസം. ചേച്ചി മറ്റൊരു തരത്തിൽ നീങ്ങാതെ നല്ല വീട്ടമ്മയായി തന്നെ ജീവിച്ചു പോകുന്നു. കുഞ്ഞിന്റെ 2 വയസ്സായി. മാസത്തിൽ ഒരു പ്രാവശ്യവും മറ്റു ഭർത്താവ് ഒന്ന് കളിക്കാൻ വരും. അങ്ങനെ ആ കളി ചേച്ചിക്ക് വല്ലാത്ത ദേഷ്യമാണ് ഉണർത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള പുരുഷനെ മനസ്സിൽ ഓർക്കുകയാണ് ചേച്ചി ചെയ്യാറ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഭർത്താവിന്റെ ജോലി ബിസിനസ്സാണ്. പലിശയ്ക്കൊക്കെ കടം കൊടുക്കൂ. എങ്കിലും ക്യാഷൊക്കെ വീട്ടിലൊന്നും വെക്കാറില്ല. എല്ലാം ബാങ്കറിൽ മാത്രം. ഇനിയുള്ളത് ചേച്ചിയുടെ ഭാവനയിൽ പറയാം. ഒരു ദിവസം രാത്രി 2 മണിയായിട്ടുണ്ടാവും. വീട്ടിൽ കള്ളൻ കയറി. 4 കള്ളന്മാർ അവർ ചേട്ടന്റെ കഴുത്തിൽ കത്തി വെച്ചു ഭീഷണിപ്പെടുത്തി. 2 ആളും ഒച്ചയുണ്ടാക്കിയാൽ കൊന്നു കളയുമെന്ന് പറഞ്ഞു. ഞാൻ പേടിച്ചു വിറച്ചു വീട്ടിൽ പണവും ആഭരണങ്ങളും എടുക്കാൻ ഒരുത്തൻ ആജ്ഞാപിച്ചു. ഇവിടെ ഒന്നുമില്ല എന്ന് ചേട്ടൻ പേടിച്ചു വിറച്ചുകൊണ്ട് പറഞ്ഞു. ഉടനെ ചേട്ടന്റെ വായിൽ ഒരുത്തന്റെ തുണി കുത്തി കയറ്റും പോലും. ജനൽ കമ്പികൾ കൈകൾ പിടിച്ച് കെട്ടി. പിന്നെ എന്നോടായിരുന്നു ചോദ്യം. ഞാനും അത് തന്നെ ആവർത്തിച്ചു പറഞ്ഞു. ഉടനെ കൊള്ളത്തലവൻ ആണെന്ന് തോന്നുന്നു. ഒരു 50 വയസ്സായ ഒരാൾ പറഞ്ഞു, വീടെല്ലാം പരിശോധിക്കാം. കേട്ട ഉടനെ ബാക്കി 3 പേരും മുകളിലത്തെ നിലയിലേക്ക് ഓടി കയറി. അവിടെ കുഞ്ഞ് കിടന്നുറങ്ങുകയായിരുന്നു. കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യുമെന്ന് ഓർത്തുകൊണ്ട് തലവന്റെ കൈ തട്ടി മാറ്റി ഞാനും മുകളിൽ ഓടിക്കേറി. മറ്റു 3 പേരും കുഞ്ഞിനെ ഉണർത്താതെ അലമാറയും മേശയും എല്ലാം അരിച്ചു പെറുക്കുന്നുണ്ടായിരുന്നു. ഞാൻ പേടിച്ച് വിറച്ച് കുഞ്ഞിനരികിൽ പോയിരുന്നു. വീട് മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടോ ഒന്നും കിട്ടിയില്ല അവർക്ക്. ഒടുവിൽ ഒരുത്തൻ കണ്ടത് എൻ്റെ താലിമാലയാണ്. അത് പൊട്ടിച്ചെടുക്കാൻ വന്നപ്പോൾ ഇത് മാത്രം ചോദിക്കരുത് എന്ന് ഞാൻ പറഞ്ഞു. അത് ഞാൻ തരില്ല എന്ന് പറഞ്ഞു. മറ്റൊരുത്തനും വന്ന് മാലയിൽ പിടിച്ചു. പിന്നെ 4 പേരും കൂടി എൻ്റെ ചുമരിൽ നിർത്തി. ഞാൻ മാലയിൽ നിന്ന് പിടിവിട്ടില്ല. ഒരുത്തൻ ദേഷ്യത്തിൽ എൻ്റെ അവിടെയും ഇവിടെയും ഒക്കെ പിടിച്ചു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആകെ പേടിച്ചു പോയി. പക്ഷേ പിന്നെയും ഞാൻ മാല വിട്ടുകൊടുത്തില്ലേ. മറ്റവനും നിന്ന് എൻ്റെ അരുതാത്ത ഭാഗത്തൊക്കെ പിടിക്കാൻ തുടങ്ങി. എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. ഭർത്താവ് കെട്ടിയ താലി വിട്ടുകൊടുക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല. ഞാൻ നിലവിളിക്കാൻ തുടങ്ങി. അപ്പോഴേക്ക് സംഘത്തലവൻ എൻ്റെ കഴുത്തിൽ കത്തി വെച്ചു. ശബ്ദമുണ്ടാക്കിയാൽ കുഞ്ഞിനെയും എല്ലാത്തിനെയും കൊന്നു കളയുമെന്ന് ഭീഷണിയും പെടുത്തി. സംഘത്തലവൻ ഭീഷണിപ്പെടുത്തിയാലും കൂടെ ഉണ്ടായിരുന്ന മറ്റു 2 പേർ എൻ്റെ അരുതാത്ത ഭാഗത്ത് പിടിച്ചുകൊണ്ടേയിരുന്നു. പിന്നീട് അവർ ചെയ്ത് എന്നെ 4 പേര് കൂടി പൊക്കിയെടുത്ത് ബെഡിൽ കിടത്തി. നിന്റെ മാലയൊന്നും എനിക്ക് വേണ്ട, പക്ഷേ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞു. അതിൽ ഒരുത്തൻ്റെ ഒച്ച കേട്ട് ഞാൻ തലയുയർത്തി നോക്കിയപ്പോൾ അവന് കുറച്ചെങ്കിലും കരുണമുള്ളവനാണെന്ന് തോന്നി. പക്ഷേ മറ്റു 2 പേർ എൻ്റെ കൈകൾ ഉയർത്തി ബെഡിൽ കെട്ടിവെച്ചു.
അവർ അവരുടെ പരാക്രമങ്ങൾ ചെയ്യാനുള്ള തിരക്കിലായിരുന്നു. എനിക്ക് ദേഷ്യവും സങ്കടവും വന്നു. പക്ഷെ കുഞ്ഞിനെന്തെങ്കിലും ചെയ്താലോ എന്നോർത്ത് ഞാനെല്ലാം സഹിച്ചു നിന്നു. അവർ തൻ്റെ മാക്സിയിൽ പിടുത്തമിട്ടു. അതിനുശേഷം അവർ പറഞ്ഞു, ഇതെന്തൊരു ഐറ്റമാ, ഇവളുടെ ഭർത്താവിൻ്റെ ഭാഗ്യം തന്നെ ഇമ്മാതിരി ചരക്കിനെ കെട്ടിയത്. ഇത് കേട്ട് ഞാൻ മനസ്സിലോർത്തു, ഭർത്താവ് കുടിക്കാറൊന്നുമില്ലട പട്ടികളെ. ഇതിനിടയിൽ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ ഒരു കുഞ്ഞു തരിപ്പും തോന്നി തുടങ്ങി. എൻ്റെ കയ്യിലുള്ള മാമ്പഴങ്ങളെല്ലാം അവർ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കെല്ലാം ഇതെല്ലാം സഹിച്ച് വികാരം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്തൊക്കെയോ തരിപ്പ് അനുഭവപ്പെടാൻ തുടങ്ങി. ഞാൻ അവരെ നിഷേധിച്ചില്ല. അവർക്ക് എന്താ വേണ്ടത് എന്നാൽ എടുത്തോട്ടെ എന്ന രീതിയിൽ ഞാനും നിന്നു കൊടുത്തു. പെട്ടെന്ന് അവർ ഓരോരുത്തരായി അവരുടെ ഡ്രസ്സെല്ലാം അഴിച്ചു മാറ്റി. 3 പേർക്ക് നല്ല ഉരുക്ക് പോലത്തെ ശരീരം. ഒരുത്തർ ജിമ്മിൽ പോകുന്ന ആളാണെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഒരാൾ മുടി വളർത്തി ധോണിയുടെ ലുക്ക് പോലെ തോന്നിക്കുന്ന 30 വയസ്സ് തോന്നിക്കുന്ന, മറ്റേ ആൾക്ക് സിനിമാ നടൻ ഇന്ദ്രനെ പോലെ പക്ഷെ കറുത്തിട്ടാണ്. എന്നാൽ കൊള്ളത്തലവൻ ആള് കഷണ്ടിയും കുടവയറിനുമാണ്. ഒരു ഭംഗിയില്ലാത്ത രൂപം. എല്ലാവരുടെയും ഞാനൊന്ന് നോക്കിപ്പോയി. പിന്നീട് അവർ 4 പേരും എൻ്റെ അടുത്തേക്ക് വന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ അന്തം വിട്ട് നോക്കി നിന്നുപോയി. അവർ 4 പേരും 4 രീതിയിൽ ഓരോരുത്തരും കലാപരിപാടികൾ തുടങ്ങി. ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സുഖമാണല്ലോ ഇവർ എനിക്ക് തന്നുകൊണ്ടേയിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാലോചിച്ചു. മാത്രമല്ല എന്നെ വേദനിപ്പിക്കാതെ ഒരുപാട് സുഖിപ്പിച്ചാണ് ഓരോന്നും ചെയ്യുന്നതെന്ന് അറിയാതെ തന്നെ എൻ്റെ മനസ്സും ശരീരവും അവർക്ക് കൊടുത്താലോ എന്ന് ഓർത്തുപോയി. അപ്പോഴാണ് താഴെ കെട്ടിയിരിക്കുന്ന ചേട്ടനെ പറ്റി ഞാൻ ഓർത്തത്. മുകളിലത്തെ നിലയിൽ എന്താ നടക്കുന്നതെന്ന് ചേട്ടൻ മനസ്സിലായി കാണുമോ എന്തോ എനിക്കായ വിഷമം തോന്നി. കല്യാണ ഫോട്ടോയിൽ ഞാനൊരു നോട്ടം നോക്കി. പിന്നെ ഒന്നും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഓർമ്മയില്ല. 4 പേരുടെയും വിളയാട്ടം കഴിഞ്ഞ് ഇന്ന് വരെ ജീവിതത്തിൽ സുഖിക്കാത്ത സുഖവും അനുഭവിച്ച് ഞാനങ്ങ് മയങ്ങിക്കിടന്നു. എല്ലാം കഴിഞ്ഞു പോകാൻ നേരം രഹസ്യമായി സംഘത്തലവൻ ചേട്ടൻ മറ്റാരും കാണാതെ ഒരു തുണ്ട് തന്നു. അത് ഞാൻ തുറന്നുപോലും നോക്കാതെ അലമാറയ്ക്കുള്ളിൽ വെച്ചു. 3 പേരും വിചാരിച്ചിരിക്കുന്നത് അവർ എന്നെ എന്തെല്ലാമോ ചെയ്തു എന്നാണ്. അവർ 4 മണിയായപ്പം എല്ലാവരും ചേട്ടൻ്റെ മുന്നിലൂടെ നടന്നുപോയി. ഞാനാണെങ്കിൽ പകുതി സന്തോഷത്താലും പകുതി ദുഃഖത്താലും ചേട്ടനെ ഒന്ന് നോക്കി. എന്നിട്ട് ചേട്ടൻ്റെ കെട്ടഴിച്ചു വിട്ടു. കുറേ നേരം കരഞ്ഞു ഞങ്ങൾ 2 പേരും. മുകളിൽ എന്ത് നടന്നു എന്ന് ചേട്ടനും മനസ്സിലായില്ല. ശരിക്കും പറഞ്ഞാൽ നല്ല സുഖമുള്ള എല്ലാ ഓർമ്മകളും ഞാൻ മനസ്സിൽ ആലോചിച്ചു. ചേട്ടനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. എൻ്റെ പേര് ബാലു. ഞാനിവിടെ എഴുതുന്നത് ഫേസ്ബുക്കിൽ പരിചയപ്പെട്ട ഒരു ചേച്ചിയുടെ കഥയാണ്. ചേച്ചിയുടെ പേര് മഞ്ജു. യഥാർത്ഥ പേരല്ല കേട്ടോ. തിരുവനന്തപുരം ആണ് സ്ഥലം. എന്നോടുള്ള ഫ്രീഡം കൊണ്ട് ചേച്ചി എന്നോട് പറഞ്ഞ ചേച്ചിയുടെ ലൈഫിലുണ്ടായ ഒരു കഥയാണ്.